ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന പ്രാചീന സംസ്കാരങ്ങൾ മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികളാൽ നശിപ്പിക്കപ്പെട്ടപ്പോൾ അത്തരം ശക്തികളുടെ അധിനിവേശ പരമ്പര സംഭവിച്ചിട്ടും ഈ ഭാരതം നശിച്ചിട്ടില്ല, ഒട്ടും നശിച്ചിട്ടില്ല. ആയിരം വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെ സസ്വരം വേദം ചൊല്ലിയോ അതുപോലെ തന്നെയാ ഇന്നും വേദം ചൊല്ലുന്നത്. കുറച്ച് ചില ക്ഷീണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും, അതിലേറെ വളർച്ചയും വന്നിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രതീക്ഷാ നിർഭരമായ മനസ്സോടുകൂടി ലോകം ഉറ്റുനോക്കുന്നത് ഭാരതീയ തത്വചിന്തയിലേക്കാണ്. ഭാരതത്തിലെ ആചാര്യന്മാർ എന്ത് പറയുന്നു എന്ന് ആകാംക്ഷയോടുകൂടി പ്രതീക്ഷാപൂർവം നോക്കുന്ന ഒരു സമാജത്തെയാണ് നമ്മൾ ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നേരിട്ട് കണ്ട് അനുഭവിക്കുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, വലിയ പരിവർത്തനമാണ്. അതിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനമുണ്ട്, ഒരുപാട് പ്രസ്ഥാനങ്ങളുടെ. കാരണം ശാന്തിക്ക്, സമാധാനത്തിന്, സത്യാന്വേഷണത്തിന്റെ മാർഗത്തിൽ ഈ വൈദികമായ ചിന്താപദ്ധതി മാത്രമേ നമ്മളെ മുന്നോട്ട് നയിക്കുള്ളൂ. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന, എല്ലാത്തിനെയും ആദരിക്കുന്ന, വളഞ്ഞും പുളഞ്ഞും നേർക്കും എല്ലാം ഒഴുകുന്ന പുഴകൾ ഒരു സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നത് പോലെ അനേക ഉപാസനാ മാർഗങ്ങളിലൂടെ ഒരേ ഈശ്വരനെ പ്രാപിക്കാം എന്ന ചിന്താ പദ്ധതിയെ മുന്നോട്ട് വയ്ക്കുന്ന ഏക ദർശനമേ ലോകത്തിലുള്ളൂ. മറ്റത് എന്റേത് മാത്രം ശരി, എന്നിലൂടെ മാത്രം